السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്വിശ്വാസികളെ, ഇമാം സഅദി റഹിമഹുള്ളയുടെ സുആലും വജവാബുൻ ഫി അഹമ്മിൽ മുഹിമ്മാറ്റ്, പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങൾ ചോദ്യോത്തരങ്ങൾ എന്ന റിസാലയാണ് നാം വായിക്കുന്നത്. അതിൽ 7 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് വായിച്ചത്. ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ആ ചോദ്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തേത് മാ ഹദ്ദു തൗഹീദി വമാ അഖ്സാമുഹു, എന്താണ് തൗഹീദിന്റെ നിർവചനം, ഏതൊക്കെയാണ് തൗഹീദിന്റെ ഇനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം മാ ഹുവൽ ഈമാൻ വൽ ഇസ്ലാം വ ഉസൂലുഹുമാ അൽ കുല്ലിയ, എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഏതൊക്കെയാണ് അതിന്റെ അടിസ്ഥാനങ്ങൾ. മൂന്നാമത്തെ ചോദ്യം മാ ഹിയ അർക്കാനുൽ ഈമാൻ ബി അസ്മാഇല്ലാഹി വ സിഫാത്തിഹി, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഈമാനിന്റെ സ്തംഭങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. നാലാമത്തേത് മാ ഖൗലുകും ഫി മസ്അലതി ഉലൂവില്ലാഹി അലൽ ഖൽഖി വസ്തിവാഇഹി അലൽ അർശ്, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലുവുമായി ബന്ധപ്പെട്ട്, അല്ലാഹു ഉന്നതിയിലാണ് എന്നതുമായി ബന്ധപ്പെട്ട്, അർശിന് മേൽ ഇസ്തിവാ ചെയ്തവനാണ് എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിശ്വാസം. മാ ഖൗലുകും ഫിർ റഹ്മതി വൻ നുസൂലി ഇല സമാഇ ദുനിയ വ നഹ്വിഹാ, അല്ലാഹുവിന്റെ റഹ്മത്ത്, അതുപോലെ ഒന്നാം ആകാശത്തിലേക്കുള്ള ഇറക്കം, അതുപോലെയുള്ള കാര്യങ്ങളെ തൊട്ടുള്ള വിശ്വാസം എങ്ങനെയാണ്. ആറാമത്തേത് മാ ഖൗലുകും ഫിൽ കലാമില്ലാഹി ഫിൽ ഖുർആൻ, ഖുർആനിലുള്ളത് അല്ലാഹുവിന്റെ കലാമാണ് എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് പറയാനുള്ളത്. മാ ഹുവൽ ഈമാനുൽ മുത്ലഖ് വഹൽ യസീദു വയൻഖുസ്, എന്താണ് നിരുപാധികം ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുകയും കുറയുകയും ചെയ്യുമോ എന്നുള്ളത്. ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ വായിച്ചത്. അതിനെ തുടർന്നാണ് വായിക്കുന്നത്. അസ്സുആലു സാമിൻ, 8ാമത്തെ ചോദ്യം മാ ഹുക്മുൽ ഫാസിഖിൽ മില്ലി, ഫാസിഖുൽ മില്ലി എന്നതിനെ തൊട്ടുള്ള വിധി എന്താണ്. ഫാസിഖുൽ മില്ലി എന്ന് പറഞ്ഞാൽ, ഫാസിഖ് എന്ന് പറഞ്ഞാൽ തെമ്മാടി, അഥവാ ഹറാമുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാൾ. അൽ മില്ലി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മില്ലത്ത്, ഇസ്ലാമിന്റെ അകത്ത് ഉള്ള ഒരു ഫാസിഖ്, മുസ്ലിം ആയിട്ടുള്ള ഒരു ഫാസിഖിനെ സംബന്ധിച്ച് എന്താണ് അവന്റെ വിധി എന്നുള്ളതാണ്. അഥവാ അവൻ മുഅ്മിനാണ്, മുവഹിദാണ്, തൗഹീദ് ഉണ്ട്, മുസ്ലിമാണ്, പക്ഷെ അവൻ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നു. ഒന്നൊരു നേരാവണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കള്ളു കുടിക്കുന്നു അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നു, അതുപോലുള്ള തെറ്റുകൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളുടെ മേലെയുള്ള വിധി എന്താണ് എന്നുള്ളതാണ്. അത് ജവാബു, അതിന്റെ ഉത്തരം പറയുന്നത്. കാരണം ഈ വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ വലിയൊരു മേഖലയിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അഥവാ പല ആളുകളും ഒരാളെ മുസ്ലിം, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീ ഒരു മുസ്ലിമാണോ എന്ന നിലക്ക് ചോദിക്കുന്നത് കാണാം. തെറ്റ് ചെയ്താൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകും? ഇല്ല. പക്ഷെ എവിടെയാണ് ആ തെറ്റിനെ അവനെ വെക്കേണ്ടത്, അല്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇതിൽ അതിര് കവിഞ്ഞവരുണ്ട്, ഇതിൽ അലംഭാവം കാണിച്ചവരുണ്ട്. അതിര് കവിഞ്ഞവർ നാം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒരു മുഅ്മിൻ അവൻ ഒരു പാപം ചെയ്താൽ, വൻപാപം ചെയ്താൽ അവൻ കാഫിറായി എന്ന് വിശ്വസിക്കുന്ന ഖവാരിജുകളുണ്ട്. അല്ലെങ്കിൽ ആ വിശ്വാസം ഇന്നും കൊണ്ടു നടക്കുന്ന തക്ഫീറിന്റെ വാദക്കാർ വേറെയുണ്ട്. അതായത് ഒരാൾ കാഫിറാവാൻ ഏത് പാപം ചെയ്താലാണ് കാഫിറാവുക, അല്ലെങ്കിൽ അതിന്റെ പരിധി എത്രയാണെന്ന് അറിയാതെ പാപം ചെയ്തു കഴിഞ്ഞാൽ, ഒരു വൻപാപം ചെയ്താൽ അവൻ കാഫിറായി എന്ന് വിശ്വസിക്കുന്ന പല പഴച്ച വിഭാഗങ്ങൾ ഇന്നും ഉണ്ട്. അതേപോലെ തന്നെ പാപം എത്ര ചെയ്താലും ഒരാളുടെ ഈമാനിൽ ഒരു കുറവും വരില്ല എന്ന് പറഞ്ഞ ഇർജാഇന്റെ വാദക്കാർ, മുർജിയാക്കളുണ്ട്. ഒരാൾ എത്ര വലിയ പാപം ചെയ്തോട്ടെ, വൻപാപം ആയിക്കോട്ടെ, അത് എത്ര ആഴത്തിലും എണ്ണത്തിലും കൂടുതലായി ചെയ്തോട്ടെ, അവന്റെ ഈമാൻ ഒരു മാറ്റമില്ല. അവൻ എപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഈമാൻ ഉണ്ടോ, അല്ലെങ്കിൽ അവന്റെ ഈമാൻ ഉന്നതമായ അവസ്ഥ എന്താണോ അതാണ് എപ്പോഴും അവനുണ്ടാകുക എന്ന് വിശ്വസിക്കുന്ന പിഴച്ചവാദക്കാരുണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ എന്താണ് ഒരു ഫാസിഖായ മുസ്ലിമിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഇതിന്റെ ചോദ്യം. അതിന്റെ ഉത്തരത്തിൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹി ഇമാം സഅദി പറയുന്നു, മൻ കാന മുഅ്മിനൻ മുവഹിദൻ, ഒരു വ്യക്തി അവൻ മുഅ്മിനാണ്, സത്യവിശ്വാസിയാണ്, മുവഹിദാണ്, തൗഹീദുള്ളവനാണ്, വഹുവ മുസിറുൻ അലൽ മആസി, അവൻ പാപങ്ങളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരുത്തനാണ്. അവൻ മുഅ്മിനാണ്,
തൗഹീദുണ്ട്, മുഅ്മിനാണ്, എന്നാൽ അവൻ ഒരു പാപത്തിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാപങ്ങളിൽ അവൻ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ പാപം ആവർത്തിച്ച് ആവർത്തിച്ച് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഫഹുവ മുഅ്മിനുൻ ബിമാ മഅഹു മിനൽ ഈമാൻ. അവന്റെ വിധി പറയാണ്, അവനിൽ ഈമാൻ എത്രയുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്താണ്? മുഅ്മിനാണ്. അവന്റെ ഉള്ളിലുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അവൻ മുഅ്മിനാണ്. ഫാസിഖുൻ ബിമാ തറകഹു മിൻ വാജിബാത്തിൽ ഈമാൻ. ആ ഈമാൻ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയോ ആ വിഷയത്തിൽ അവൻ ഫാസിഖുമാണ്. അതായത് അവന്റെ ഈമാനിന്റെ അളവ് നോക്കി കഴിഞ്ഞാൽ അവൻ ആ അളവനുസരിച്ച് അവൻ മുഅ്മിനാണ്. എന്നാൽ അവൻ ചെയ്ത തെമ്മാടിത്തരം എന്താണോ അതിന്റെ അളവനുസരിച്ച് അവൻ ഫാസിഖുമാണ്. രണ്ടും ആ നിലക്കാണ് പരിഗണിക്കുക. നാഖിസുൽ ഈമാൻ മുസ്തഹിഖുൻ ലിൽ വഅദി ബിഈമാനിഹി വലിൽ വഈദി ബിമആസിഹി. അവനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയുക മുഅ്മിനാണ്, പക്ഷേ നാഖിസുൽ ഈമാൻ, ഈമാൻ കുറഞ്ഞ, ഈമാനിൽ കുറവ് സംഭവിച്ചിട്ടുള്ള മുഅ്മിനാണ്. മുസ്തഹിഖുൻ ലിൽ വഅദി ബിഈമാനിഹി, അവന്റെ ഈമാനിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് ലഭിക്കാൻ യോഗ്യനാണ്. അവൻ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചെയ്യപ്പെടാൻ യോഗ്യനാണ്. അതുപോലെ തന്നെ അവൻ അല്ലാഹു തആല മശിയത്തിന്റെ അടിസ്ഥാനത്തിൽ പൊറുക്കപ്പെടാൻ യോഗ്യനാണ്. അതുപോലെ ആ യോഗ്യതയിൽ അഥവാ അവൻ മരണപ്പെട്ടാൽ അവന്റെ ജനാസ നിസ്കരിക്കുക എന്നുള്ള മുസ്ലിമിന്റെ മേലെ ബാധ്യതയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൻ മുഅ്മിനാണ്. എന്നാൽ അവൻ ചെയ്ത തെമ്മാടിത്തരങ്ങൾ തെമ്മാടിയുമാണ്. അപ്പോ ഈമാൻ കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അവന് ലഭിക്കും. വലിൽ വഈദി ബിമആസി, എന്നാൽ പാപം കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ട കാര്യങ്ങൾ, ശിക്ഷ, അതും അവനുണ്ടാകും. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മശിയത്ത് ഇല്ലായെങ്കിൽ അവൻ ചെയ്ത തെറ്റുകൾക്ക് എന്താണോ ശിക്ഷ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ദുനിയാവിൽ വെച്ച് ഹജ്ജ് നടപ്പിലാക്കേണ്ടതാണെങ്കിൽ എന്താണോ അതിന്റെ ഹജ്ജ് അത് അവന്റെ മേലെ നടപ്പിലാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ആ തെറ്റിന് അവന് ശിക്ഷ ലഭിച്ചാലും മുഅ്മിനും മുവഹിദുമായതുകൊണ്ട് അവൻ എന്താകില്ല, നരകത്തിൽ ഖുലൂദ് ഉണ്ടാവുകയില്ല. മുഅ്മിനും മുവഹിദുമായിട്ടുള്ള ഒരു വ്യക്തി എത്ര വലിയ പാപം ചെയ്താലും ശിർക്കും കുഫറും അല്ലാത്ത അല്ലെങ്കിൽ നിഫാഖിന്റെ അംശങ്ങളല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ അവൻ എന്താണ്, അവൻ നരകത്തിൽ ശാശ്വതയാവുകയില്ല. ഫൽ ഈമാനുൽ മുത്ലഖു താമു യംനഉ മിൻ ദുഖൂലിൻ നാർ. പരിപൂർണമായിട്ടുള്ള ഈമാൻ എന്നുള്ളത്, അഥവാ ഒരാൾക്ക് പരിപൂർണമായ ഈമാൻ ഉണ്ടാവുക, ഈമാൻ പരിപൂർണം എന്ന് ഉദ്ദേശിച്ചത് ഈമാൻ പൂർത്തീകരിച്ച എന്ന അർത്ഥത്തിലല്ല, നിരുപാധികമുള്ള ഈമാൻ ഉണ്ടല്ലോ, ഒരാൾ മുഅ്മിനാകാൻ വേണ്ടിയിട്ടുള്ള ഈമാൻ, ആ ഈമാൻ ആർക്കാണോ ഉള്ളത് യംനഉ മിൻ ദുഖൂലിൻ നാർ, അവൻ എന്തല്ല, അവൻ നരകത്തിൽ പ്രവേശിക്കില്ല. അതായത് ഈമാൻ ഉള്ള ഒരുവൻ എന്താണ്, അഥവാ നിരുപാധികം പറയുന്ന ഈമാൻ ഉള്ളവന് നരകം ഉണ്ടാവൂല, വൽ ഈമാൻ നരകത്തിൽ പ്രവേശിക്കില്ല. വൽ ഈമാനു നാഖിസു യംനഉ മിനൽ ഖുലൂദി ഫീഹാ. ആ ഈമാനിന്റെ ഞാൻ പറഞ്ഞതിൽ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ ഒരു പറഞ്ഞു മാറിപ്പോയിട്ടുണ്ട്. ഫൽ ഈമാനുൽ മുത്ലഖു താം, അഥവാ നിരുപാധികം ഈമാൻ എന്ന് പറയുന്ന കാര്യം അത് പൂർത്തിയായിട്ടുള്ള ഒരുവൻ യംനഉ മിൻ ദുഖൂലിൻ നാർ അല്ലെങ്കിൽ യുംനഉ മിൻ ദുഖൂലിൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതിനെ കൊണ്ട് തടയപ്പെടും. അതായത് ഈമാൻ പൂർത്തീകരിച്ച ഒരാൾക്ക് നരകത്തിൽ എന്തില്ല, പ്രവേശിക്കേണ്ടി വരില്ല. വൽ ഈമാനു നാഖിസ്, ഈമാനിൽ കുറവ് വന്നിട്ടുള്ള ഒരുവൻ, അഥവാ വൻപാപങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ പാപങ്ങൾ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ പാപത്തിൽ മുഴുകിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ടോ ഒക്കെ ഈമാനിൽ കുറവ് വന്നിട്ടുള്ള ആളുകൾ യുംനഉ മിനൽ ഖുലൂദി ഫീഹാ, നരകത്തിൽ ശാശ്വതനാവുകയുമില്ല. അതായത് ഈമാൻ പരിപൂർണമാണെങ്കിൽ അവന് പിന്നെ എന്തില്ല, നരകം പ്രവേശിക്കുകയില്ല. ഈമാൻ പരിപൂർണമാണെങ്കിൽ. ഈമാനിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നരകത്തിൽ അവൻ എന്താകില്ല, ശാശ്വതനാകില്ല, നരകത്തിൽ പ്രവേശിച്ചേക്കാം എന്നുള്ളത്. അപ്പോൾ ഒരു മുഅ്മിനായിട്ടുള്ള മുവഹിദായിട്ടുള്ള ഒരുവൻ, അവന് പാപം സംഭവിച്ചാൽ, എത്ര വലിയ പാപം സംഭവിച്ചാലും അവനെ സംബന്ധിച്ച് ഒരു മുസ്ലിമായ നമ്മൾ വിശ്വസിക്കേണ്ടത് അവന്റെ ഈമാനിന്റെ അളവനുസരിച്ച് അവൻ മുഅ്മിനാണ്, അവൻ ചെയ്ത പാപത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഫാസിഖുമാണ്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആ ശിക്ഷ കഴിഞ്ഞ് അവൻ സ്വർഗത്തിലെത്തും, ശാശ്വതനാവുകയില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ഒരു കാഫിറും മുശ്രിക്കും ഒരു പാപിയായ മുവഹിദും വ്യത്യാസപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ ആളുകളൊക്കെ അവർക്ക് തൗഹീദ് മനസ്സിലാകാത്തോണ്ടോ അല്ലെങ്കിൽ ഈ ഒരു മസ്അല മനസ്സിലാകാത്തോണ്ടോ ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കാത്തോണ്ടോ എന്തുകൊണ്ടാ അറിയില്ല, ഒരു കാഫിറോ മുശ്രിക്കോ ആയിട്ടുള്ള ഒരാൾ അത് നല്ല സ്വഭാവമായിരിക്കും, നല്ല കാര്യങ്ങളാണ്, അവന്റെ മാതാപിതാക്കളെ നല്ല നോക്കുന്നുണ്ടാകും, അവൻ വേറെ മോശപ്പെട്ടൊരു സ്വഭാവമില്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരുവൻ.
എന്നാൽ ഒരു മുവഹിദായിട്ടുള്ള ഒരുവൻ, അവൻ തൗഹീദ് ഉണ്ട്, മുഅ്മിനാണ്, എന്നാൽ അവൻ ചില പാപങ്ങൾ ചെയ്യുന്നവനാണ്, ചിലപ്പോൾ സ്വഭാവം മോശമാണ്, അല്ലെങ്കിൽ പിന്നെ മദ്യപിക്കുന്നവനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നവനാണ് എന്ന് വിചാരിക്കുക. ഈ രണ്ടെണ്ണത്തിൽ ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമൻ? ഈ രണ്ടാളുകളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ആരാണ് ഉത്തമൻ? മുവഹിദാണ്. ഇത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുമ്പോഴും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടത്? അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹു വെറുക്കുന്നുണ്ടോ എന്ന അടിസ്ഥാനത്തിലാണ്. അതാണ് വലാബറാഹിന്റെ അടിസ്ഥാനം. അതായത് എത്ര ഫാസിഖായ ഒരു മുവഹിദാവട്ടെ, അവനാണ് എത്ര നല്ല ഒരു കാഫിറിനേക്കാൾ ഉത്തമൻ. എത്ര നല്ല ഗുണങ്ങളുള്ള അവൻ കാഫിറും മുശ്രിക്കുമാണോ ശിർക്ക് ചെയ്യുന്നവനാണോ അവനേക്കാൾ ഉത്തമൻ ആരാണ്? ഫാസിഖായ മുവഹിദാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ആളുകൾ അതിനെ ഈ രീതിയിൽ മനസ്സിലാക്കാറില്ല. കാരണം ഒന്നെങ്കിൽ അവർക്ക് ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല, അത് തൗഹീദിന്റെ മഹത്വവും മനസ്സിലായിട്ടില്ല. അവർ പാപങ്ങളെ മാത്രം, അവർ കാണുന്ന പാപങ്ങളെ മാത്രമാണ് ഗൗരവത്തിൽ എടുക്കുന്നത്. മുമ്പ് ഒരു കിതാബിൽ വായിക്കുകയോ അതൊരു ദർസിൽ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട്. ഒരു ഷെയ്ഖ് വിദ്യാർത്ഥികൾക്ക് തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, കിതാബ് തൗഹീദോ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അദ്ദേഹം വിദ്യാർത്ഥികൾ ഒരിക്കൽ കുറെ ഇങ്ങനെ ആവർത്തിച്ച് തൗഹീദിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ വിദ്യാർത്ഥികൾ പറഞ്ഞു, നമുക്ക് തൗഹീദ് നിർത്തല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും പഠിച്ചാൽ പോരെ എന്ന നിലക്ക് പറഞ്ഞപ്പോ ഷെയ്ഖ് ആദ്യം ഒന്നും പറഞ്ഞില്ല. ഷെയ്ഖ് പിറ്റേ ദിവസം വന്ന് പറഞ്ഞു അത്രേ, പിന്നെ ഒരാള് ഇന്നലെ എന്റെ ഒരു അയൽവാസി അവന്റെ ഉമ്മയുമായി വ്യഭിചരിച്ചു എന്നോ അല്ലെങ്കിൽ ഉമ്മയെ വധിച്ചു എന്നോ ആ നിലക്കുള്ള ഒരു തെറ്റ് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. എന്താ ചെയ്തത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, എന്റെ വേറൊരു അയൽവാസി അതല്ലാത്ത വേറെ ആൾക്ക് വേണ്ടി ഒരു കോഴീനെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആ നേരത്തെ കേട്ട അത്ര വികാരം എന്തായിട്ടില്ല, അവർക്ക് വന്നിട്ടില്ല. നേരത്തെ കേട്ട അത്ര വൈകാരികമായ ഒരവസ്ഥ അവർക്കില്ല. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, നിങ്ങൾക്ക് തൗഹീദ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. കാരണം ആ ഒരു പാപത്തിനേക്കാൾ ഗൗരവം എന്താണ്? ഈ പറഞ്ഞ ശിർക്കാണ്. അപ്പോൾ ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. അസ്സുആലു താസിഅ, 9ാമത്തെ ചോദ്യം, കം മറാത്തിബുൽ മുഅ്മിനീൻ വമാ ഹിയ. ഇനി മുഅ്മിനീങ്ങൾ എത്ര മർത്തബയിലുണ്ട്? ദീനിന്റെ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നുള്ളതല്ല, മുഅ്മിനായിട്ടുള്ള ആളുകൾ, ഒരാൾ മുഅ്മിനാണ്, അവൻ എത്ര മർത്തബകളിൽ ഉണ്ടാവും? വമാ ഹിയ, അത് ഏതൊക്കെയാണ്? അൽ ജവാബു, അതിന്റെ ഉത്തരമായി പറയുന്നു, അൽ മുഅ്മിനൂന സലാസതു അഖ്സാം. മുഅ്മിനീങ്ങൾ 3 ഇനങ്ങളാണ്, 3 വിഭാഗക്കാരായിട്ടാണ് മുഅ്മിനീങ്ങൾ ഉണ്ടാവുക. ഇത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ കൂട്ടർ ഏറ്റവും ഉന്നതരായിട്ടുള്ള, ഈമാനുള്ളവരിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ, സാബിഖൂന ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് വളരെയധികം മുന്നിടുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്ത് വളരെ മുന്നിടുന്ന ആളുകൾ. അവർ സൽക്കർമ്മം ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തൂല. പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ളതെല്ലാം ശ്രദ്ധിച്ച് അതിൽ നിന്ന് ഒഴിവായി മാറി നിന്ന് നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. വഹുമുല്ലദീന ഖാമൂ ബിൽ വാജിബാതി വൽ മുസ്തഹബ്ബാത്ത്, അവർ നിർബന്ധമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരും. മുസ്തഹബായ കാര്യങ്ങൾ കൃത്യമായി, അഥവാ നമ്മുടെ ഭാഷയിൽ സുന്നത്തായ കാര്യങ്ങൾ അവർ കൃത്യമായി ചെയ്യും. വതറകുൽ മുഹറമാതി വൽ മക്രൂഹാത്ത്, അവർ ഹറാമുകൾ ഒഴിവാക്കും, മാത്രമല്ല മക്രൂഹായ കാര്യങ്ങൾ ഒഴിവാക്കും. മുന്നിട്ട ആളുകൾ, ഈമാനിൽ മുന്നിട്ട ആളുകൾ, അവർ നിർബന്ധമായത് ചെയ്യും, മുസ്തഹബായത് ചെയ്യും, ഹറാമുകൾ ഒഴിവാക്കും, മക്രൂഹാത്തുകളും ഒഴിവാക്കും. ഇതാണ് ഈമാനിൽ ഒന്നാമത്തെ ഉന്നതമായ ദർജയിലുള്ള ആളുകൾ. വമുഖ്തസിദൂൻ, രണ്ടാമത്തെ കൂട്ടർ ഒരു മിതത്വത്തിലുള്ള അല്ലെങ്കിൽ മധ്യമമായിട്ടുള്ള ആളുകൾ. വഹുമുല്ലദീന ഖതസറു അലാ അദാഇൽ വാജിബാതി വജ്തിനാബിൽ മുഹറമാത്ത്, അവർ ചെയ്യുന്ന അഥവാ നേരത്തേനേക്കാളും താഴെയുള്ള മുഖ്തസിദായിട്ടുള്ള ഒരു മധ്യമ നിലപാടിൽ നിൽക്കുന്ന ആളുകൾ, മധ്യമ നിലപാട് ഉദ്ദേശിച്ചത് ദീന ആ രീതിയിലല്ല, ഇതിന്റെ നടുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ, അവർ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യും, മുസ്തഹബായത് ചെയ്തോളണമെന്നൊന്നുമില്ല, നിർബന്ധമായത് കൃത്യമായി ചെയ്യുന്നുണ്ടാവും, ഹറാമുകളൊക്കെ ഒഴിവാക്കുന്നുണ്ടാവും, അതില് മക്രൂഹാത്തുകളൊന്നും അത്ര ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ രണ്ടാമത്തെ ചർച്ച. മൂന്നാമത്തേത് വവാലിമൂന ലിഅൻഫുസിഹിം, അവരുടെ സ്വന്തത്തിനോട് അക്രമം ചെയ്യുന്ന ആളുകൾ, അഥവാ പാപങ്ങൾ സംഭവിക്കുന്ന ആളുകൾ. അവർ മുഅ്മിനാണ് എന്നാ പറയുന്നത്, പാപങ്ങൾ സംഭവിക്കുന്ന ആളുകൾ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഈ 3 കൂട്ടർ അള്ളാഹുവിന്റെ വലിയകളാണ് എന്നാണ്. അള്ളാഹുവിന്റെ വലിയകളിൽ ഇങ്ങനെ സംഭവിക്കുന്ന ആളുകൾ തൗബ ചെയ്ത് മടങ്ങും, പക്ഷെ പാപങ്ങൾ സംഭവിക്കുന്ന ആളുകൾ അതിൽ ഉൾക്കൊള്ളുമെന്നാണ്. അപ്പോ മൂന്നാമത്തെ ഏറ്റവും താഴ്ന്നത് സ്വന്തത്തിനോട് അക്രമം ചെയ്യുന്നവർ. വഹുമുല്ലദീന ഖലതു അമലൻ സാലിഹൻ വആഖറ സയ്യിഅൻ,
അവർ സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവും, എന്നാൽ അവർക്ക് എന്തും പറ്റുന്നുണ്ടാവും, തെറ്റുകളും പറ്റുന്നുണ്ടാവും. അതാണ് മൂന്നാമത്തെ കൂട്ടം ആളുകൾ. അപ്പൊ മുഅ്മിനീങ്ങളിൽ ഈ 3 ദർജയിലാണ് ആളുകൾ ഉണ്ടാവുക. അഥവാ നമ്മളിൽ ഈമാനുള്ള ആളുകളിൽ 3 ദർജയിലാണ് ആളുകൾ ഉണ്ടാവുക. സാബിഖൂന ഇലൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുന്നവർ, മുഖ്തസിദായിട്ടുള്ളവർ, അതുപോലെ തന്നെ വബാലിമൂന ലി അൻഫുസിഹിം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ 3 കൂട്ടരെ സംബന്ധിച്ചു. അതാണ് മുഅ്മിനീങ്ങളുടെ ദർജ. അസ്സുആലുൽ ആശിർ, 10ാമത്തെ ചോദ്യം, മാ ഹുക്മു അഫ്ആലിൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി എന്താണ് എന്നുള്ളത്. അഥവാ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് എന്തായിട്ടാണ് പരിഗണിക്കുക, അതിനുള്ള വിധി എന്താണ്? ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസത്തിലും മശിയത്തിലുള്ള വിശ്വാസത്തിലും അടിമകൾക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വരുന്ന ഒരു വിശ്വാസ കാര്യമാണ്, ഒരു മസ്അലയാണ്. നമുക്ക് ഉത്തരം വായിക്കാം. അല്ലാഹു തആല മനസ്സിലാക്കാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് അല്ലാഹു എളുപ്പമാക്കിയവർക്ക് എളുപ്പമാണ്, അല്ലാത്തവർക്ക് ചില സംശയങ്ങൾ തോന്നാറുള്ള ഒരു മസ്അലയാണ്. അൽ ജവാബ്, അതിന് ഉത്തരം എന്താണ്? അടിമകളുടെ പ്രവർത്തനം എന്താണ് ശരിക്കും? അടിമകൾ ചെയ്യുന്ന പ്രവർത്തനം അത് അള്ളാഹു എന്ത് ചെയ്തതാണ്, പ്രവർത്തിപ്പിച്ചതാണോ, അല്ല അടിമ സ്വയം ചെയ്തതാണോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മശിയത്തിന് അതിലെന്തെങ്കിലും റോൾ ഉണ്ടോ, അതല്ലെങ്കിൽ എന്താണ് അതിന്റെ മേലെയുള്ള വിധി എന്നുള്ളതാണ്. അഫ്ആലുൽ ഇബാദി, ഷെയ്ഖ് പറയാണ്, അടിമകളുടെ പ്രവർത്തനങ്ങൾ കുല്ലുഹാ മിന ത്വാഅത്തി വൽ മആസി, അത് അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങളാവട്ടെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളാവട്ടെ, അടിമകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാവട്ടെ, അതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത അള്ളാഹു വെറുക്കുന്ന പാപങ്ങളാവട്ടെ, ദാഖിലത്തുൻ ഫീ ഖൽഖില്ലാഹി വ ഖദാഇഹി വ ഖദരിഹി, അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടി എന്നതിൽ ഉൾക്കൊള്ളുന്നതാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിധി നിർണയത്തിൽ പെട്ടതുമാണ്. അതായത് അടിമകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനം എന്തുമാവട്ടെ അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു വസ്തുവാണ്, നമുക്ക് ഹിസ്സി ആയിട്ട് അഥവാ പഞ്ചേന്ദ്രിയം കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വസ്തു, അതല്ലെങ്കിൽ സൃഷ്ടി എന്നൊരു ധാരണ നമുക്കുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടി പറഞ്ഞാൽ മനുഷ്യൻ, മലക്ക്, ജിന്ന്, കല്ല്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. ഇതിനപ്പുറത്തേക്ക് അടിമകളുടെ പ്രവർത്തനം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പത്തിൽ വേറെ കുറച്ച് സൃഷ്ടികളെ പറ്റി പറഞ്ഞുതരാം. ഒന്ന്, അള്ളാഹു തആല കാരുണ്യത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു 100 കാരുണ്യത്തെ സൃഷ്ടിച്ച് അതിൽ 1 മാത്രമാണ് ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളൂ. കാരുണ്യം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഖലഖൽ മൗത വൽ ഹയാത്ത, മൗത്ത് മരണം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ജീവിതം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സമയം അള്ളാഹു തആല നമുക്ക് ഇതാക്കാൻ വേണ്ടി സൃഷ്ടി. അള്ളാഹുക്ക് സമയമുണ്ടോ? ഇല്ല. സമയം പിന്നീട് സൃഷ്ടിച്ചതാണ് അള്ളാഹു തആല മനുഷ്യർക്ക് വേണ്ടി. അപ്പൊ ഈ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി, അപ്പൊ ഒന്നുകൂടി എളുപ്പമാവും. മറ്റേത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിയാന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് അതെങ്ങനെ റെഡിയാവുക, അതെങ്ങനെ ശരിയാവുക മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് സൃഷ്ടി എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് അത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. അടിമകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അടിമകൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. വലാക്ക് അത് അള്ളാഹുവിന്റെ വിധിക്ക് അകത്ത് വന്നാണ്. കാരണം ഈ ലോകത്ത് ഒരു കാര്യം അള്ളാഹു തആല തീരുമാനിക്കാതെ, അള്ളാഹുവിന്റെ രേഖപ്പെടുത്തലില്ലാതെ, അള്ളാഹുവിന്റെ അറിവിൽപ്പെടാതെ എന്താവില്ല, സംഭവിക്കില്ല. വലാകിന്നഹും, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട, അങ്ങനെയാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം, ഹുമുൽ ഫാഇലൂന ലഹാ, ആ പ്രവർത്തിച്ച ആളുകൾ ആരാണ്? അവരാണ്. അതായത് പ്രവൃത്തി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നിരിക്കെ ഒരാൾക്ക് തോന്നുകയാണ് ഇത് വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരാൾ തോന്നുകയാണ് അപ്പൊ എല്ലാ പ്രവർത്തനവും അള്ളാഹ് ചെയ്യിപ്പിച്ചാണ്, അള്ളാഹ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്, അള്ളാഹ് സൃഷ്ടിച്ചതല്ലേ, അപ്പൊ അള്ളാഹു ചെയ്തതാണ് എന്ന നിലക്ക് ചില ആളുകളെങ്കിലും വിചാരിച്ചു പോകാം. ചില ആളുകൾ ആ നിലക്ക് വിചാരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ആ പ്രവർത്തനത്തിന്റെ കുറച്ചതാ തണുപ്പ് ഞാൻ കൂട്ടിയതാണ്. എന്തെങ്കിലും ചെയ്യണോ? ആ ഒരു ക്രിയയുടെ കർത്താവ് എന്ന് പറയുന്നത് ഫായിൽ ആരാണ്? മനുഷ്യൻ തന്നെയാണ്. അത് മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അതിൽ റിസൾട്ട് സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. കാരണം മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടി ആയതുകൊണ്ട് അത് അള്ളാഹുവിന്റെ സൃഷ്ടിയായി. എന്നിട്ട് പറയാണ്, ലം യുജ്ബിർഹുമുല്ലാഹു അലൈഹാ,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന കർമ്മം ചെയ്യാൻ വേണ്ടി, അത് അള്ളാഹിനെ അനുസരിക്കുന്ന കാര്യമാവട്ടെ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളാവട്ടെ, പാപങ്ങളാവട്ടെ, ആ വിഷയത്തിൽ അള്ളാഹു അവരെന്താക്കുന്നില്ല, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല. അവർക്ക് സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതായത് ആ പ്രവർത്തനം അല്ലെങ്കിൽ ആ ക്രിയ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ് എന്നിരിക്കെ തന്നെ അത് ചെയ്യുന്ന ആളുകൾ അവരുടെ സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു തആല അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല. ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാന്, അള്ളാഹുവിന്റെ അമ്രോ നഹിയോ വരുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു കേൾക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയോ വിരോധനമോ വരുന്ന കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർബന്ധമായും അടിമ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതില്ല. അതായത് അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചു, അള്ളാഹു ഒരു കാര്യം ചെയ്യരുത് എന്ന് വിരോധിച്ചു. ഇതിന് അടിമകൾക്ക് അത് സംഭവിച്ചോളം നിർബന്ധമല്ല. എന്നാൽ ഒരാൾക്കൊരു രോഗം വരണം, അല്ലെങ്കിൽ അവന് ഇന്ന സമയത്ത് മരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അമ്രോ നഹിയോ വരാത്ത കാര്യങ്ങൾ, അത് പൂർണ്ണമായും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽപ്പെട്ട കാര്യമാണ്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒന്ന് തെറ്റിപ്പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളുണ്ടല്ലോ, അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണെന്ന് നമ്മൾ അറിയാലോ. അതിന് നമ്മൾ പൊതുവെ മശിയത്ത് എന്ന് പറയും, ഇറാദത്തു എന്നും പറയും. ഇറാദത്തുമുണ്ട്, മശിയത്തുമുണ്ട്. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇറാദത്തുമുണ്ട്, മശിയത്തുമുണ്ട്. ഇറാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഒരു കാര്യം യുരീദു ഉദ്ദേശിക്കുക എന്നുള്ളത് ഇറാദത്ത് എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ അള്ളാഹുന്റെ സിഫത്താണ് രണ്ടും. ഈ ഇറാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതിൽ അള്ളാഹു തആല ഉദ്ദേശിക്കുക. മശിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും അതിൽ ഉണ്ടാകും. അപ്പൊ അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിച്ചു, നിസ്കരിക്കാൻ കൽപ്പിച്ചു. അപ്പൊ ഒരു അടിമ നിസ്കരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഇറാദത്തിന് കീഴിൽ വരുന്നതാണ്. മനസ്സിലായോ? ഇനി മശിയത്ത് പറഞ്ഞാലും ഇറാദത്തിന്റെ കീഴിലാണ് വരിക. ഇനി ഒരാൾ കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു, നിസ്കരിക്കുന്നില്ല, നിസ്കാരം ഒഴിവാക്കുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അത് മശിയത്തിന്റെ കീഴിലുള്ളതാണ്. രണ്ടായാലും അള്ളാഹിന്റെ ഉദ്ദേശത്തിന്റെ കീഴിലാണ് വരിക. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനയോ വിരോധനമോ വന്നിട്ടുള്ള കാര്യങ്ങൾ അത് അടിമക്ക് സ്വാതന്ത്ര്യമുണ്ട്, അടിമക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടുണ്ട്. അതല്ലാത്ത കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി അതുപോലെ സംഭവിക്കും. നമ്മളെപ്പം മരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗം വരണോ, അല്ലെങ്കിൽ വേറെ റിസ്കിന്റെ വിഷയങ്ങളാവട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. അല്ല, ആ തീരുമാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തീരുമാനങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രവർത്തനം ഒന്നും അതിലുണ്ടാവില്ല. നിങ്ങൾക്കൊരു അസുഖം വരുന്നു, അത് വരുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹിന്റെ ഉദ്ദേശം അവിടെ ഉണ്ടാവണം, എന്നാലേ നടക്കുള്ളൂ. അത് വരുന്നുണ്ട് വെച്ചാൽ. അതായത് മൂപ്പര് ചോദിച്ചത്, മൂപ്പര് അള്ളാഹിനെ അനുസരിക്കാൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ കാര്യങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കണോ എന്നുള്ളതല്ലേ? അള്ളാഹു തആല അത് ഉദ്ദേശിക്കുകയും വേണം, ആ കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടിയുമാണ്. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യവും നടക്കൂല, അത് ഒന്നും നടക്കൂല. അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിച്ചതല്ല, അത് അടിമകൾ തന്നെയാണ് അതിന്റെ പ്രവർത്തകർ. അതോടൊപ്പം തന്നെ അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ കീഴിലാണ് നടക്കുന്നതും. അതായത് ഒന്നുകൂടി വാചകം വായിക്കാം. നമ്മൾ പറഞ്ഞു, ഏതൊരു കാര്യമാവട്ടെ, അള്ളാഹുവിനുള്ള അനുസരണ ആവട്ടെ, ധിക്കാരാവട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയുമാണ്, അള്ളാഹുവിന്റെ ഖദായിലും ഖദറിലും പെട്ടതാണ്. വലാകിന്നഹും, പക്ഷേ, ഹുമുൽ ഫാഇലൂൻ, ആ ആളുകൾ അഥവാ അടിമകൾ തന്നെയാണ് അതിന്റെ കർത്താക്കൾ അഥവാ ആ പ്രവർത്തനം ചെയ്യുന്നവർ. ലഹ, ആ കാര്യത്തിന്. ലം യുജ്ബിറുഹുമുല്ലാഹു അലൈഹ, ഒരു നന്മ ചെയ്യാനോ ഒരു പാപം ചെയ്യാനോ അള്ളാഹു അവരെന്ത് ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല. അഥവാ വേറൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ എന്തായാലും ചെയ്തു എന്ന നിലയ്ക്ക് നിർബന്ധിക്കുന്നില്ല. മഅ അന്നഹ, പക്ഷേ അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, വാഖിഅത്തുൻ, അത് സംഭവിക്കുന്നത് ബിമശീഅത്തിഹിം വഖുദ്റതിഹിം, അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടും കഴിവ് കൊണ്ടും മാത്രമേ അത് സംഭവിക്കുകയുമുള്ളൂ. അതാണ് അതിന്റെ വിശ്വാസം. ഇത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്, അല്ല നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. കുറച്ചെന്താ വെച്ചാല് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുടെ ഈമാനിൽ ഏറ്റവും ഉന്നതിയിലെത്തുന്ന കാര്യമാണ്. അത് ശരിയായി കഴിഞ്ഞാൽ നിവാമു തൗഹീദ് എന്നാണ് സ്വഹാബികളും സലഫുകളും അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഖദറിലെ വിശ്വാസം ശരിയായാല് നിവാമു തൗഹീദാണ്, തൗഹീദിന്റെ സംഹിതയാണ്. അവന്റെ തൗഹീദ് അത്രയും സ്ട്രോങ് ആയിരിക്കും. ഇനി അത് ശരിയായില്ലേ,
സാഹിബുകൾ പറഞ്ഞു അതിന്റെ പിന്നാലെ പോയാൽ പിന്നെ മുൽഹിദായിട്ടേ തിരിച്ചു വരുള്ളൂ. അതിന്റെ മനസ്സിലായില്ലേ പിന്നെ തൗഅൻ വഖർഹൻ തസ്ലീമാണ്, കീഴൊതുങ്ങാതാണ്. ഒന്നെങ്കിൽ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയാൽ അത് അങ്ങനെ മനസ്സിലായിക്കൊണ്ട് കീഴൊതുങ്ങാതിരിക്കാൻ പറ്റൂല, കീഴൊതുങ്ങും. അതല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ എന്തതിന് വഴിയുള്ളൂ? തസ്ലീം, ഞാൻ സമിഅനാ വഅതഅന, ഞാനത് കീഴൊതുങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെത്. അല്ലാതെ അതിന്റെ പിന്നാലെ പോയാൽ പിന്നെ അവൻ ഇൽഹാദിലേക്ക്, നിരീശ്വരവാദത്തിലേക്കാണ് എത്തിച്ചേരുക. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഇനി ഓരോ അഖീദയുടെ കിതാബുകളൊക്കെ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ഫഹിയ ഫിഅലുഹും ഹഖീഖതൻ എന്നിട്ട് പറയാണ്, യഥാർത്ഥത്തിൽ ആ ക്രിയ, ആ പ്രവർത്തനം അവരുടെ തന്നെയാണ്. ആരുടെ? അടിമകൾ തന്നെയാണ്. അവൻ ചെയ്തു തന്നെയാണ് ആ കാര്യം. വഹുവൽ മൗസൂഫൂന ബിഹാ അൽ മുസാബൂന വൽ മുആഖബൂന അലൈഹാ, അവരാണ് ആ പ്രവർത്തനം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവരും അതിന്റെ മേലെ പ്രതിഫലം നൽകപ്പെടുന്നവരും ശിക്ഷ ലഭിക്കപ്പെടുന്നവരും അവരാണ്. അതായത് ഒരു അടിമ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ഒരാള് നിസ്കരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അള്ളാഹ് ദാനധർമ്മം ചെയ്യുന്ന ആളാണ് എന്ന് പറയുമ്പോൾ അവൻ നല്ല ദാനധർമ്മിയാണ് എന്ന് പറഞ്ഞാൽ ആ വിശേഷണം അവനുള്ളതാണ്. അല്ലെ ഒരാൾ കള്ളുടിക്കുന്നവന് കള്ളുടി എന്ന് പറഞ്ഞ വിശേഷണം അവന്റേതാണ്. അത് വേറെ ആർക്കില്ല, അള്ളാഹ്ക്ക് ഇട്ട് കൊടുക്കുന്നില്ല, അത് അവന്റേതാണ്. ഇനി അവൻ ചെയ്തതിന്റെ മേലെ പ്രതിഫലം ലഭിക്കുന്ന ആർക്കാണ്? അവനാണ്. അവൻ ചെയ്തതിന്റെ മേലെ ശിക്ഷ ലഭിക്കുന്ന ആർക്കാണ്? അവനാണ്. വഹിയ ഖൽഖുല്ലാഹി ഹഖീഖതൻ, എന്നാൽ ആ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയുമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയുമാണ്. എന്നിട്ട് പറയാണ് ഫഇന്നല്ലാഹ ഖലഖഹും, അള്ളാഹുവാണ്. ഇനി എന്തുകൊണ്ടാണ് അവരെ സൃഷ്ടിയാണെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ ഖലഖഹും, അള്ളാഹുവാണ് ഈ അടിമകളെ സൃഷ്ടിച്ചത്. വഖലഖ മശീഅതഹും വഖുദ്റതഹും, അവരുടെ ഉദ്ദേശങ്ങളെ സൃഷ്ടിച്ചതും അവരുടെ കഴിവിനെയും ശക്തിയെയും സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹുവാണ്. വജമീഅ മാ യഖഉ ബിദാലിക്, അതുകൊണ്ട് തന്നെ ആ ഉദ്ദേശം കൊണ്ടും കഴിവ് കൊണ്ടും അവർ ചെയ്യുന്ന എന്ത് കാര്യവും എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഫനുഅ്മിനു ബിജമീഇ നുസൂസിൽ കിതാബി വസ്സുന്ന, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള പ്രമാണങ്ങളെ നാം വിശ്വസിക്കുന്നു. അതിൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? അതിനെ തള്ളി. അതായത് ചില കാര്യങ്ങൾ ദീനില് നമുക്ക് ഒന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഹിക്മത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. അവനെന്താണ് അൽഹംദുലില്ലാ, അവന് വിശ്വസിക്കാൻ എളുപ്പമായിരിക്കും. ചില ആളുകൾക്ക് ചില കാര്യങ്ങളെ ഹിക്മത്ത് മനസ്സിലാവൂല, അവർക്ക് അതൊരു പരീക്ഷണമായി തീരും. അവർക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? തസ്ലീമാണ്, അതായത് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നില്ലേ? അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതായത് ഇങ്ങനത്തെ, അതായത് ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, ചില നിരീശ്വരവാദത്തിലേക്ക് മറ്റൊക്കെ ഈ ആധുനിക കാലത്ത് പോകുന്ന ചെറുപ്പക്കാരും യുവാക്കളൊക്കെ അവരൊക്കെ മെയിൻ ഒരു കാര്യമായിട്ട് പറയുന്നത് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസമായിരിക്കും. ശരി, അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണല്ലോ ആവുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ അവർ ആദ്യം എന്ത് വിശ്വസിക്കുന്നുണ്ട്? അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചത് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹു റസൂലിന് വഹി ഇറക്കി കൊടുത്ത് വിശ്വസിക്കുന്നുണ്ട്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് വിശ്വസിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്ന ആൾക്കല്ലേ ഇതിന് സംശയമുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് വിശ്വസിക്കാത്ത ആൾക്ക് ഇതിനെക്കുറിച്ച് സംശയം വരണ്ടല്ലോ. പിന്നെ ഈ സംശയത്തിന്റെ പേരല്ലേ ഇതൊക്കെ നിഷേധിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഇതിലും ഏതുപോലെ വിശ്വസിച്ചാൽ മതി? അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ ഇത് വിശ്വസിക്കാൻ തീരാ മതി, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ മതി. പക്ഷേ ശൈത്താൻ വസ്വാസിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഇതിന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ദറഉ തആറുദി ബൈനൽ അഖ്ൽ വൻ നഖൽ ഒരു കിതാബുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിയും പ്രമാണവും തമ്മിലുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നത് ഒരുപാട് വോളിയത്തിലുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അതിനെ ഇഖ്തിസാർ ചെയ്തിട്ടുണ്ട്. ഈ അഖ്ലാനിയത്തും അതിനൊക്കെയുള്ള മറുപടിയാണ്. അതിൽ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു ഉദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. അതിലൊരാള് നല്ല രീതിയിൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളാണ്, നല്ല രീതിയിൽ. രണ്ടാമത്തെ ആൾ ഇങ്ങനെ കച്ചറ കളിച്ച് നടക്കുന്ന, തെറ്റുകൾ ചെയ്ത് നടക്കുന്ന ആളായിരുന്നു. അപ്പൊ ഈ അള്ളാഹിനെ സൂക്ഷിച്ച് നിൽക്കുന്ന ആള് ഇയാളോട് പറഞ്ഞു കൊടുത്തു, നീ ഇങ്ങനെ ഒന്നും ജീവിക്കരുത്, നമുക്ക് ജീവിത ലക്ഷ്യമുണ്ട്, ഇങ്ങനെ പ്രമാണങ്ങളുണ്ട്, ഖുർആനും സുന്നത്തൊക്കെ ഉണ്ട്, അതനുസരിച്ച് ജീവിക്കണം, നമുക്ക് റസൂലുണ്ട്, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇയാൾ എന്തായി? നന്നായി. ഇയാള് ഇതൊക്കെ വിശ്വസിച്ച് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആദ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ആള് ഇയാളോട് വന്ന് പറഞ്ഞ്, ഞാൻ അന്ന് പറഞ്ഞൊക്കെ ശരിയല്ല കേട്ടോ, പിന്നെ ഇതിങ്ങനൊന്നല്ല, ഇതൊക്കെ തെറ്റാണ്, ഇതൊന്നും ശരിയല്ല പറയാം. അപ്പൊ ഇയാൾ തിരിച്ചു പറയാണ്,
എനിക്കിതിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാല് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഇയാൾ പറഞ്ഞത് കേട്ട് ഇയാൾ മാറാണോ വേണ്ടത്, അതോ ഈ നിലക്ക് പറയാ വേണ്ടത്? ഈ നിലക്കല്ലേ പറയാം, ഇവന് ബോധ്യപ്പെട്ട കാര്യം. ഇതുപോലെയാണ് ബുദ്ധിയും പ്രമാണങ്ങളും. അതായത് അള്ളാഹുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ റസൂലുള്ള വിശ്വാസം, കിതാബുള്ള വിശ്വാസം, ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഉൾക്കൊള്ളാൻ നമ്മുടെ ബുദ്ധിക്ക് പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബുദ്ധി തിരിച്ചു വയ്ക്കുകയാണ്, അതിൽ വന്നിട്ടുള്ള കാര്യം ശരിയാണോ അല്ലേ എന്ന്. അതായത് ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ബുദ്ധി എന്ത് ചെയ്തു? ശരിയാണെന്ന് പറഞ്ഞ് ആ രണ്ടാമത്തെ ആളെ പോലെ ഞാൻ കീഴൊതുങ്ങുന്നൊക്കെ ആയി. പിന്നെ അതിൽ പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ മേലെയാണ് അത് അങ്ങനെ പറ്റൂലല്ലോ, ഇത് ഇങ്ങനെ പറ്റൂലോ എന്ന് ഇപ്പം വന്നിട്ട് തിരിച്ചു ചോദിക്കുന്നത്. അതിലൊരു കഥയില്ല, അതിലും വലിയ കാര്യങ്ങൾ അവിടെ വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ വന്ന നുസൂസുകളെ, പ്രമാണങ്ങളെ നാം വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദീനിന്റെ ചില മസായിലുകൾ അത് ഏത് മേഖലയിലാവട്ടെ, അത് അഖീദയിൽ മാത്രമല്ല ഫിഖ്ഹില്. ഇപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? ഹുഫയുടെ മേലെ തടവുന്ന വിഷയത്തിൽ ചില ആളുകൾ എന്ത് ചെയ്തു? കാലിന്റെ അടിയിൽ അടവാൻ തുടങ്ങി. അവർ ഹുഫയുടെ മേലെ തടവാൻ മനസ്സിലാക്കി. പക്ഷേ അവരുടെ ബുദ്ധി കൊണ്ട് അവർക്ക് എന്താ തോന്നിയത്? അടിയിലല്ലേ ചളി ഉണ്ടാവുക, അപ്പൊ അടിയിലാണ് തടവേണ്ടത്, അടിയിൽ തടവി. അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, മേലെയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു പറഞ്ഞ വാക്ക് എന്താണ്? ദീന് ബുദ്ധി ആയിരുന്നെങ്കിൽ അടിയിലാണ് തടവേണ്ടിയിരുന്നത്. പക്ഷെ ദീൻ എന്താണ്? തസ്ലീമാണ്. അള്ളാഹു റസൂൽ എന്താണോ പറഞ്ഞത് അതനുസരിച്ച്, അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ശരി, യോജിച്ചില്ലെങ്കിലും ശരി. അതാണ് പറഞ്ഞത്, ഏതൊരു കാര്യത്തിന്റെയും ഹിക്മത്ത് മനസ്സിലായാൽ അൽഹംദുലില്ലാഹ്, അത് വലിയ തുറവയാണ്. ഈ ഹിക്മത്ത് മനസ്സിലായില്ലേ, സമീഅനാ വഅതഅനാ, തസ്ലീം, ഞാൻ കീഴൊതുങ്ങുന്നു. ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ ഊന്നി പറയുന്നത്, നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആമന റസൂലിന്റെ വിഷയത്തിൽ. ആമന റസൂൽ ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ട്. അതിന് മുമ്പുള്ള ആയത്തിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പാപങ്ങളാവട്ടെ തെറ്റുകളാവട്ടെ, യുഹാസിബുകുമുല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു തആല വിചാരണ ചെയ്യും. അപ്പൊ അവരൊന്ന് പറഞ്ഞു, റസൂലേ ഞങ്ങൾക്ക് സാധിക്കൂല, ഞങ്ങൾ ഉള്ളില് തെറ്റ് ചിന്തിക്കാതിരിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് സാധിക്കൂല, ഞങ്ങളെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ബനൂ ഇസ്രായേലൊക്കെ പറഞ്ഞ പോലെ സമീന വ അസീന എന്നാണ് നിങ്ങൾ പറയുന്നത്, സമീന വ അതൈന എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ സഹാബികൾ അവിടെ മുട്ടുകുത്തി വീണുകൊണ്ട് അവിടെ പറഞ്ഞു സമീന വ അതൈന. അവർക്ക് സാധിച്ചിട്ടല്ല, അത് മനുഷ്യന്മാർക്ക് സാധിക്കുക ഉള്ളിൽ തെറ്റ് ചിന്തിക്കാതിരിക്കാനോ ഓർമ്മിക്കാതെ, അല്ലാതെ തന്നെ തെറ്റൊഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ മനസ്സിൽ ചിന്തിക്കണേ വിചാരണ ചെയ്യപ്പെടുക പറഞ്ഞാൽ അവർക്ക് ഉറപ്പാണ്, അവരെ കൊണ്ട് കഴിയൂല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അള്ളാഹ് എന്ത് പറഞ്ഞോ, റസൂൽ എന്ത് പറഞ്ഞോ, സമീന വ അതൈന എന്ന് പറയാൻ പറഞ്ഞു. അവരവിടെ മുട്ടുകുത്തി വീണുകൊണ്ട് സമീന വ അതൈന എന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് ആമന റസൂൽ ഇറങ്ങിയതും. തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും, ഫഅൽതു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാപമോചനത്തിനെല്ലാം അല്ലാഹു തആല ഉത്തരം ചെയ്യുകയും ചെയ്തത്. അപ്പോ ഈ ദീനിന്റെ ഏത് വിഷയമാവട്ടെ, തസ്ലീമാണ് അടിസ്ഥാനം. നമ്മൾ പറഞ്ഞു വന്നത്, അടിമകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ആ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ഫായിൽ അവർ തന്നെയാണ്. അവർക്ക് അതിന്റെ മേലെ പ്രതിഫലം നൽകപ്പെടും, അതിന്റെ മേലെ ശിക്ഷിക്കപ്പെടും. യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ വിഷയത്തിൽ വന്ന ഖുർആനിലെയും ഹദീസിലെയും പ്രമാണങ്ങളെ നാം വിശ്വസിക്കുന്നു. വദ്ദാലത്തി അലാ ശുമൂലി ഖൽഖില്ലാഹി വഖുദ്റതിഹി ലികുല്ലി ശൈഇൻ മിനൽ അഅയാനി വൽ ഔസാഹി വൽ അഫ്ആൽ. ആ പ്രമാണങ്ങൾ എങ്ങനെയുള്ള പ്രമാണങ്ങളാണ്? ആ പ്രമാണങ്ങൾ അറിയിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെയും അള്ളാഹു സൃഷ്ടിച്ചതാണ്, അള്ളാഹുവിന്റെ കഴിവിന് കീഴിലാണ് എന്ന് വരുന്ന ഏത് കാര്യം, അത് അയ്യാൻ വ്യക്തികളാവട്ടെ, അല്ല ഔസാഫ് വിശേഷണങ്ങളാവട്ടെ, വല്ല അഫ്ആൽ പ്രവർത്തനങ്ങളാവട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ തന്നെ, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിശേഷണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. കമാ നുഅ്മിനു ബിനുസൂസിൽ കിതാബി വസ്സുന്ന. ഈ സൃഷ്ടി പറയുമ്പോൾ സൽസ്വഭാവം ഒരു സൃഷ്ടിയാണ്. അള്ളാഹു തആല റിസ്ക് വീതിച്ച പോലെ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ സൃഷ്ടി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും വസ്തു ആകണം എന്ന നിർബന്ധിത ബുദ്ധി മാറിക്കഴിഞ്ഞാൽ തന്നെ ഇത് എളുപ്പത്തിൽ മനസ്സിലാവും. എന്നിട്ട് പറഞ്ഞു, കമാ നുഅ്മിനു ബിനുസൂസിൽ കിതാബി വസ്സുന്ന അദ്ദാലത്തി അലാ അന്നൽ ഇബാദ ഹുമുൽ ഫാഇലൂന ഹഖീഖതൻ ലിൽ ഖൈരി വശർ. ഏതുപോലെയാണ് ഇതെല്ലാം അള്ളാഹുവിന്റെ ഖൽഖാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അടിമകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കർത്താവ് അഥവാ ഫാഇൽ അടിമകൾ തന്നെയാണ്, ഖൈറാവട്ടെ ഷർറാവട്ടെ എന്ന് ഖുർആനിലും സുന്നത്തിലും വന്നതുപോലെ തന്നെ ഇതും നമ്മൾ വിശ്വസിക്കുന്നു. അഥവാ ഖുർആനിൽ സുന്നത്തിൽ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അടിമകളുടെ പ്രവർത്തനങ്ങളാണെന്ന് വന്നിട്ടുണ്ട്, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വന്നിട്ടുണ്ട്. ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. വന്നഹും മുഖ്താറൂന ലി അഫ്ആലിഹിം. അവരാണ് അവരുടെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്.
ഒരാള് നിസ്കരിക്കണോ തീരുമാനിക്കുന്നത് അവനാണ്, കള്ളുപിടിക്കണോ തീരുമാനിക്കുന്നത് അവനാണ്. വേറെ ആളും അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ടല്ലോ. നമുക്കൊക്കെ അറിയുന്നല്ലോ, നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ സ്വമേധയുള്ള താല്പര്യം കൊണ്ടാണ്. പക്ഷെ അള്ളാഹുവാണ് അവരുടെ കഴിവിന്റെയും ഉദ്ദേശത്തിന്റെയും സൃഷ്ടാവ്. അതായത് അവർക്ക് അള്ളാഹ് അനുസരിക്കണമെങ്കിലും അവർക്ക് വുളു എടുക്കണം, ഇതൊക്കെ ചെയ്യണ്ടേ? ആ ശക്തി ആരാ കൊടുത്തിട്ടുള്ളത്? അള്ളാഹുവാണ്. ആ ഉദ്ദേശം ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പൊ ആ കഴിവും ഉദ്ദേശവും അള്ളാഹിന്റെ സൃഷ്ടിയായതുകൊണ്ട് അതിന്റെ റിസൾട്ട് ആയിട്ടുണ്ടാകുന്ന പ്രവർത്തനവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ രണ്ടെണ്ണമാണ്, അഥവാ അവരുടെ കഴിവും അവരുടെ ഉദ്ദേശവുമാണ് ആ പ്രവർത്തനം നടക്കാനുള്ള കാരണം. അപ്പൊ ഇത് രണ്ടും അള്ളാഹു സൃഷ്ടിച്ചതായതുകൊണ്ട് തന്നെ അത് കാരണമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതായത് കാര്യത്തെ പരിപൂർണമായി സൃഷ്ടിച്ചതാരാണോ അവൻ തന്നെയാണ് അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് ആയിട്ടുള്ള കാരണത്തിന്റെയും സൃഷ്ടാവ്. അതായത് പിന്നെ ഒന്നുകൂടി എളുപ്പത്തിൽ കഴിഞ്ഞാല് ഇപ്പോ കുറെ ചെറിയ സാധനങ്ങൾ, കുറെ ചെറിയ സാധനങ്ങൾ ഉണ്ട് വിചാരിക്കുക. കുറെ ചെറിയ സാധനങ്ങൾ അതിനൊരാൾ സൃഷ്ടിച്ചു, അതെല്ലാം കൂടി ഒരുമിച്ച് വേറൊരു സാധനമായി. അതിന് സൃഷ്ടാവ് വേറെ ആളെ പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ആ ഞാൻ ഉദാഹരണം പറഞ്ഞ കേട്ടോ, കാര്യങ്ങളെ ഒരു സൃഷ്ടിച്ചവൻ ആരാണോ അവൻ തന്നെയാണ് അതുകൊണ്ടുണ്ടാവുന്ന റിസൾട്ടിന്റെയും സൃഷ്ടാവ്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യന് കഴിവ് കൊടുത്തത്, മനുഷ്യന് ചിന്തിക്കാനുള്ള ശേഷി കൊടുത്തത്, സംസാരിക്കാനുള്ള ശേഷി കൊടുത്തത്, ഉദ്ദേശം കൊടുത്തത്, ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന കാര്യം എന്തോ ആവട്ടെ അതും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. വല്ലാഹു അഅലമു വഅദലു മിൻ അൻ യുജ്ബിറഹും അലൈഹാ. അല്ലാഹു തആല അവരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അള്ളാഹു മഹത്വമുള്ളവനും നീതിയുള്ളവനുമാണ്. അഥവാ അള്ളാഹു ഒരു അടിമയെ കൊണ്ട് നിർബന്ധിച്ചൊരു കാര്യം എന്ത് ചെയ്യില്ല, ചെയ്യിപ്പിക്കുകയില്ല. അഥവാ വിചാരണ ചെയ്യപ്പെടുന്ന, പ്രതിഫലം നൽകപ്പെടുന്ന, ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യത്തിന്റെ മേലെ ഒരു അടിമയെ അള്ളാഹു എന്ത് ചെയ്യില്ല, നിർബന്ധിക്കൂല. മരിക്കാനൊക്കെ എന്താണ്, മരിച്ചേ പറ്റുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ മരിക്കൂല എന്ന് പറഞ്ഞൊന്നും അറിയിക്കാനൊന്നും ആർക്കും പറ്റൂല. പക്ഷെ പ്രതിഫലം നൽകപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന, ശിക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയോ വിരോധനമോ വന്നിട്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹു തആല എന്ത് ചെയ്യില്ല, അടിമകളെ നിർബന്ധിക്കുകയില്ല എന്നുള്ളത്. ഇത് മനസ്സിലാക്കിയാൽ ഒരുപാട് ഈമാനികമായിട്ടുള്ള ഗുണങ്ങളും അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വിശ്വാസത്തിൽ. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പഴച്ചു പോയിട്ടുണ്ട്. ഖദരിയാക്കളും ജബരിയാക്കളും ഒക്കെ പഴച്ചത് ഈ ഒരു വിശ്വാസത്തിലാണ്. ജബരിയാക്കൾ പറഞ്ഞ എന്താ, നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒക്കെ അല്ലാഹുവാണ്. ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗത്ത് പോണത് നാട്ടിലെ തബ്ലീഗ് ജമാഅത്തൊക്കെ അവർക്ക് അറിയില്ല. അത് തവക്കുലാണെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു വിശ്വാസത്തിൽ ഈ ഒരു പിഴവ് അത് അശ്ചര്യത്തിലേക്കും കടന്നുകൂടിയിട്ടുണ്ട്. ഈ ജബരിയാക്കളുടെ വാദം കുറച്ച് അശ്ചര്യത്തിലേക്കും കയറിയിട്ടുണ്ട്. അത് ചേർന്നിട്ടാണ് തബ്ലീഗേര് അതൊന്നുകൂടിയും തസവുഫിന്റെ റൂട്ടിലേക്ക് പോയിട്ട് ആ ഒരു വാദം ഇതെന്നാ വന്നിട്ടുള്ളത്. എല്ലാം അള്ളാഹു ആണ്, എല്ലാം അള്ളാഹ് ചെയ്യിക്കുന്നത് തവക്കുൽ എന്ന് അവർ പറയാ. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഈ പിഴച്ചവാദമാണ്. അതുപോലെ തന്നെ ഖദരിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിന്റെ ഖദറല്ലേ, നമ്മൾ ചെയ്താലേ ഇതൊക്കെ നടക്കുള്ളൂ, നമ്മൾ ചെയ്താൽ നമ്മുടെ കയ്യിലാണ് ഫുള്ള് കാര്യങ്ങൾ, അള്ളാഹിന്റെ മശിയത്തല്ല നമ്മൾ ചെയ്ത, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, കുറച്ച് മോഡേണിസ്റ്റുകൾ, കുറച്ച് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഹദീസ് നിഷേധികളാവട്ടെ, അങ്ങനെയുള്ള കുറെ ആളുകളുണ്ടല്ലോ. അവർക്ക് അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ഇത് നിലക്ക് അങ്ങനെ പോകണം. അവർക്ക് ആ ഖദരിയാക്കളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. പക്ഷെ അഹ്ലുസുന്നയുടെ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ, സ്വഹാബികളുടെ, സലഫുസ് സാലിഹുകളുടെ പാത ഈ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിയാണ് പ്രവർത്തനങ്ങൾ, അടിമകൾക്ക് അതിന്റെ ഉദ്ദേശവുമുണ്ട് എന്നുള്ളത്. അസ്സുആലുൽ ഹാദി അശറ, 11ാമത്തെ ചോദ്യം, മാ ഹുവ ശിർക്കു വമാ അഖ്സാമുഹു, എന്താണ് ഷിർക്ക്, എന്തൊക്കെയാണ് ഷിർക്കിന്റെ ഇനങ്ങൾ എന്നുള്ളത്. നമ്മൾ തൗഹീദ്, 1ാമത്തെ ചോദ്യം തൗഹീദിനെ പറ്റിയിട്ട് പറഞ്ഞു, തൗഹീദിന്റെ ഇനങ്ങൾ പറഞ്ഞു. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഷിർക്ക് എന്താണ്, ഷിർക്കിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്. അത് വിശാലമായിട്ട് ശൈഖ് ഇതിൽ കൊടുത്തിട്ടില്ല, കാരണം ഇത് ചോദ്യത്തെ രൂപത്തിൽ അടിസ്ഥാനം മനസ്സിലാക്കാനാണ്. ഷിർക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്ത ഒരാൾ ഇസ്ലാമിനെ നന്നാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഇഴകൾ ഓരോന്നായിട്ട് അഴിഞ്ഞു പോകും. അഥവാ എങ്ങനെയാണിത് തെറ്റിപ്പോവുക എന്ന് മനസ്സിലായില്ലെങ്കിൽ എന്താവും, അത് തെറ്റിപ്പോകും. അതുപോലെ തന്നെ വേറെ ചില സലഫുകൾ ഉദ്ധരിച്ച പോലെ ഞാൻ ഷെറ് പഠിക്കാറുണ്ട്, ഞാൻ ഷെറ് അറിയാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഷെറ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അതിൽ വീണുപോന്ന് പേടിച്ചിട്ട്. അപ്പൊ ഷിർക്ക് എന്താണ്, ഷിർക്കിന്റെ ഇനങ്ങൾ എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക്
ഷിർക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റില്ല. അവന്റെ വാക്കിലോ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കൊക്കെ ഷിർക്കിന്റെ അംശം കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൗഹീദ് പഠിപ്പിക്കുമ്പോൾ ഷിർക്കിനെ കുറിച്ച് ഇപ്പൊ കിതാബ് തൗഹീദ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൗഹീദുമായി ബന്ധപ്പെട്ട ബാബുകളെക്കാൾ കൂടുതൽ എന്താണ് ഷിർക്കും ഷിർക്കിന്റെ ഇനങ്ങളുമായിട്ടുള്ള വിശദീകരണമാണ്. അത് തൗഹീദിന്റെ ഭാഗമാണ്. കാരണം തൗഹീദെ തകർക്കുന്ന കാര്യം എന്ന നിലക്ക് അത് സംഭവിക്കാതിരുന്നാലാണ് തൗഹീദ് ശരിയാവുക എന്നുള്ളതാണ്. അപ്പൊ അത് പഠിപ്പിക്കണം. അത് പഠിക്കാതെ ഒരിക്കലും ശരിയാവില്ല. അൽ ജവാബു, എന്താണ് ഷിർക്ക്, ഷിർക്കിന്റെ ഇനങ്ങൾ എന്നുള്ളത് പറയാണ്. അശ്ശിർക്കു നൗആൻ, ഷിർക്ക് രണ്ടിനങ്ങളാണ്. ഷിർക്കും ഫിർ റുബൂബിയ്യ, ഒന്നാമത്തേത് റുബൂബിയത്തിലുള്ള ഷിർക്ക്. വഹുവ, അതെന്താണെന്ന് പറയാം. അതിന്റെ തഅരീഫ് പറയാണ്. അൻ യഅ്തഖിദൽ അബ്ദു അന്ന ലില്ലാഹി ശരീകൻ, ഒരു അടിമ വിശ്വസിക്കലാണ് അല്ലാഹുവിന് ഒരു പങ്കുകാരനുണ്ട്. ഫീ ഖൽഖി ബഅദിൽ മഖ്ലൂഖാതി ഔ തദ്ബീരിഹാ, ചില സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിലോ അവരുടെ മേലെയുള്ള കൺട്രോളിങ്ങിലോ അവരുടെ നിയന്ത്രണത്തിലോ അല്ലാഹുവിനൊരു പങ്കുകാരനുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അശ്ശിർക്കു ഫീ റുബൂബിയ്യ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോ സഹായിയായിട്ട് എന്ന് വിചാരിക്കാറുണ്ട്. പിന്നെ സഹായിയായിട്ട് അള്ളാഹിനൊപ്പം ആളുണ്ട് എന്ന നിലക്ക്, അല്ലെങ്കിൽ അതായത് വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോ നമ്മുടെ നാട്ടിലെ ധാരാളം ഷിർക്കിന്റെ ആളുകൾ വിശ്വാസം എന്താണ്, അവരുടെ ഔലിയാക്കൾ ഖുതുബുൽ ആലം അവർ അള്ളാഹുവിനെ സഹായിക്കുന്നുണ്ട്. അഥവാ ഓരോ കാര്യങ്ങൾ ഭൂമിയിൽ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞു അള്ളാഹു ഇവരോട് അനുവാദം ചോദിച്ചിട്ടാണ് അള്ളാഹു എന്നൊരു കാര്യം തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അപകടം പിടിച്ച ആളുകളുണ്ട്. ഒരു മുശ്രിക്കാണെന്ന് ഷിർക്ക് റുബൂബിയത്തിൽ ഷിർക്കാണത്. ഷിർക്ക് റുബൂബിയത്തിൽ വരിക എന്നുള്ളത് തന്നെ വളരെ ഉലൂഹിയത്ത് കഴിഞ്ഞിട്ടേ റുബൂബിയത്തിൽ വരുള്ളൂ. അപ്പോൾ അത് അത്രയും പിടുത്തമിട്ട ആളുകളാണ് റുബൂബിയത്തിൽ ഷിർക്ക് ചെയ്യുക. ധാരാളം ആളുകൾ ഇന്ന്, അതായത് മുൻകാലങ്ങളിൽ ഉലൂഹിയത്തിൽ മാത്രം ഉണ്ടായിരുന്നതിന്റെ അപ്പുറത്തേക്ക് ഇന്ന് റുബൂബിയത്തിലെ ഷിർക്കും വന്നിട്ടുണ്ട്. അന്നഉസാനി, രണ്ടാമത്തെ ഇനം അശ്ശിർക്കു ഫിൽ ഇബാദ, ഇബാദത്തിലുള്ള ഷിർക്ക്, ഉലൂഹിയത്തിലുള്ള ഷിർക്ക്. വഹുവ ഖിസ്മാൻ, അത് രണ്ടിനമാണ്. ഷിർക്കുൻ അക്ബർ വ ഷിർക്കുൻ അസ്ഗർ, ഒന്ന് വലിയ ഷിർക്ക്, രണ്ട് ചെറിയ ഷിർക്ക്. ഫശിർക്കുൽ അക്ബർ അയസ്രിഫൽ അബ്ദു നൗഅൻ മിൻ അൻവാഇൽ ഇബാദത്തി ലിഗൈരില്ലാഹ്. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഏതെങ്കിലും ഒരു ഇനത്തെ ഒരു അടിമ അള്ളാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും വകച്ചു കൊടുക്കുക. ഇബാദത്ത് ദുആ ആണ്, ദുആ ഇബാദത്താണ്, നിസ്കാരം, അറവ്, നേർച്ച, അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത വേറെ ആളിലേക്ക് വകവെച്ചു കൊടുക്കുക. ഏതുപോലെ അള്ളാഹു അല്ലാത്ത ആരെങ്കിലും വിളിച്ചു തേടുക, ഔ യർജു, അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും പ്രതീക്ഷ വെക്കുക, ഔ യഖാഫഹു, അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും ഭയപ്പെടുക. ഫഹാദ മുഖ്രിജുൻ മിനദ്ദീൻ, അവൻ ദീനിൽ നിന്ന് പുറത്താണ്. അവൻ ശിർക്കുൻ അക്ബർ സംഭവിച്ചാൽ ദീനിൽ നിന്ന് പുറത്താണ്. വസ്വാഹിബുഹു മുഖല്ലദുൻ ഫിന്നാർ, അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. ഈ ഷിർക്കുൻ അക്ബർ തന്നെ 4 ഇനത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് പറയുന്നില്ല. ഷിർക്കു ദുആ ഉണ്ട്, ഷിർക്കു നിയ്യ ഉണ്ട്, ഷിർക്കു ത്വാഅ ഉണ്ട്, ഷിർക്കുൽ മഹബ്ബ ഉണ്ട്. ഷിർക്കുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ ഇബാദത്ത്, ഷിർക്കു ഫിൽ ഇബാദ, ഷിർക്കു ഫിൽ റുബൂബിയ്യ നമ്മൾ പറഞ്ഞു. ഷിർക്കു ഫിൽ ഇബാദ 2 തരത്തിലുണ്ട്. ഷിർക്കുൻ അക്ബർ ഉണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട്. ഷിർക്കുൻ അക്ബർ പിന്നെയും 4 തരമുണ്ട്. ഷിർക്കുൻ അക്ബറിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഷിർക്കുൻ അസ്ഗറിനെ പറ്റി പറയുന്നു. വമ്മ ഷിർക്കുൽ അസ്ഗർ, ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൽ വസായിലു വത്തുറുഖുൽ മുഖദിയ ഇല ശിർക്ക്, ഈ വലിയ ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ, വഴികൾ, അതിനാണ് എന്ത് പറയുന്നത്, ഷിർക്കുൽ അസ്ഗർ എന്ന് പറയുന്നത്. ഇദാ ലം തബ്ലുഗ് റുത്ബത്തുൽ ഇബാദ, ഇനി ആ കാര്യം ഇബാദത്താണ് എന്ന് നിരുപാധികം എത്തിയില്ലെങ്കിൽ കൂടി, ഒരു കാര്യം അത് നിരുപാധികം ഇബാദത്താണ് എന്ന് പറയാത്ത ഒരു സാധനമാണ് എങ്കിൽ കൂടി ആ പ്രവർത്തനം ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ ചെയ്യുന്നതോടുകൂടി ഷിർക്കുൻ അക്ബറിലേക്കുള്ള ഒരു വസീലയായി, മാർഗമായി അത് മാറുമെങ്കിൽ അതിനെന്തായി കൂട്ടും, ഷിർക്കുൻ അസ്ഗറായി കൂട്ടും. ഏതുപോലെ കൽ ഹലിഫി ബിഗൈരില്ല, അള്ളാഹു അല്ലാത്ത വേറൊരാളെ സത്യം ചെയ്ത് പറയുക എന്നുള്ളത്. അത് പിന്നെ എന്താ പറയാ, അത് ഇബാദത്താണ്. പക്ഷെ പിന്നെ ഏതെങ്കിലും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമായിട്ടുള്ള കാര്യമല്ല. അതായത് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞാൽ എത്ര പ്രതിഫലം ഉണ്ട് എന്ന് പറയുന്ന കാര്യമൊന്നുമല്ല. അതായത് ഇബാദത്താണെന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. അത് സാന്ദർഭിക വശാൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് അല്ലാത്ത ഒരാളുടെ മേലെ ചെയ്താലോ അതെന്താണ്, അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കെന്ന് വീഴ്ച വരുത്തലാണ്. അത് എന്ത് ഷിർക്കുൻ അള്ളാഹുവിന്റെ അവമത്തിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ആയി ഷിർക്കുൻ അക്ബറിൽ എത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണത്. അതുപോലെ വരിയായി വനഹ്വിദാലിക്, അതൊക്കെ റിയാ, ആളുകൾ കാണാൻ വേണ്ടി, ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ അങ്ങനെയൊക്കെ വരുന്നത്.
അതൊക്കെ അതിൽ പെടും. ഇത് ഇൻഷാ അല്ലാഹ് ശിർക്കുൻ അസ്ഗറൊക്കെ വളരെ വിശാലമായിട്ട് പഠിക്കേണ്ട, അതിൽ വരുന്ന ഇനങ്ങൾ ധാരാളം ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതോടെ കിതാബ് തൗഹീദൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പഠിക്കേണ്ടതാണ് തൗഹീദുമായി ബന്ധപ്പെട്ടതും ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയമായി, ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദർസുകളിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.